ഫെയ്ത്ത് ക്ലിയറൻസ് എന്നൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ അനുദിനം നമ്മൾ നേരിടുന്നതും എന്നാൽ നമുക്ക് സംശയം ജനിപ്പിക്കുന്നതുമായ ചില ചോദ്യങ്ങൾ. മതബോധന വിദ്യാർത്ഥികൾ എല്ലാ ഞായറാഴ്ചയും അസംബ്ലിയിലെ സഭാവാർത്തകൾക്കൊപ്പം ക്രമീകരിച്ച് ടെക്സ്റ്റ് വൈസായിട്ട് അവർക്ക് പഠിക്കാൻ കിട്ടാത്ത കാര്യങ്ങൾ സംശയങ്ങളായിട്ട് ചോദിക്കുന്നതിൻ്റെ ഉത്തരങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വെള്ളാങ്കല്ലൂർ ഇടവകയിൽ മതബോധന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. യൂട്യൂബിൽ ഇതിടുന്നത് നമുക്ക് എന്ന് വേണമെങ്കിലും ആവശ്യാനുസരണം ഇത് പരിശോധിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി കൂടിയാണ്. ഈ ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലെ നമ്മുടെ ചോദ്യം, മരണാനന്തര ചടങ്ങുകൾ 7, 11, 41 എന്നീ ഒറ്റ ദിവസങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. ഇതിന് സഭാപരമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനങ്ങളുണ്ടോ എന്നതാണ് ചോദ്യം. പ്രഥമമായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം, മരണശേഷം എല്ലാ ദിവസവും മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി ആ വ്യക്തിയുടെ നിത്യസൗഭാഗ്യത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ പ്രയത്നിക്കണം എന്നതാണ് സഭയുടെ ചൈതന്യം. ഈ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് അങ്ങനെയാണ് സഭ വിവക്ഷിക്കുന്നത്. എന്നാൽ മരണാനന്തര ചടങ്ങുകൾ ഒറ്റക്ക ദിവസങ്ങളിൽ നടത്തുന്നതിന് സഭാപരമായിട്ടുള്ള പ്രത്യേക നിബന്ധനകൾ ഒന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. ഭാരതത്തിലെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗമായിട്ടാണ് 7, 41 ശ്രാദ്ധം തുടങ്ങിയ ഭാരതീയമായിട്ടുള്ള പൈതൃകം സഭ കൈക്കൊണ്ടിട്ടുള്ളത്. മരണശേഷം ഇത്രാം ദിവസം മരണാനന്തര കർമ്മം നടത്തണമെന്ന് സഭ എവിടെയും നിഷ്കർഷിച്ചിട്ടില്ല. സഭ എവിടെയും ഒരു നിബന്ധനയോ പഠനമോ നൽകിയിട്ടില്ല. 7, 11, 41 തുടങ്ങിയ ദിവസക്രമം പാലിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്.